ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏലിക്കുട്ടിയമ്മ പണിയാൻ പോയില്ല കേട്ടോ. ഞാനും ഏലിക്കുട്ടിയമ്മ കൂടെ കുർലാസിറ്റി വീട്ടിൽ പോകും. അവിടെ കുറച്ച് പണിയുണ്ടേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും പോരെ രാവിലെ 8 മണിയുടെ അലന് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇത് ഏലിക്കുട്ടിയമ്മ ഇറങ്ങി വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി പോകുന്നത്. കടയിലൊന്ന് കയറണം. പിന്നെ വീട്ടിൽ പോയിട്ട് കുർലാസിറ്റി പോയിട്ട് കുറച്ച് ദിവസമായി, ഒരാഴ്ച കഴിഞ്ഞു. വീട്ടിൽ മെയിനായിട്ടും ചാച്ചിയമ്മേനെ അമ്മ കണ്ടിട്ട് ഒരാഴ്ചയായി. അപ്പോൾ അതുകൊണ്ടും കൂടി കേട്ടോ പോകുന്നത്. ഞാൻ നല്ല സിറ്റിയിലെത്തിയിട്ടുണ്ട് പൈസ. അപ്പോൾ ഞാൻ കടയിൽ കയറിയിട്ട് കാപ്പിക്കുള്ളത് വാങ്ങിയിട്ടോ. എനിക്ക് അപ്പം മേടിച്ച്, എനിക്ക് അപ്പം, അമ്മയ്ക്ക് പൊറോട്ട്, ചാച്ചിയമ്മയ്ക്കും അപ്പം മേടിച്ച്. രാജമാരിലെത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മയൊക്കെ വെയിൽ കഴിയാൻ നിൽക്കുവാണ്. കാണിക്കില്ല പോലെ ബസ് ഇറങ്ങി നമ്മളിതേ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പം പിടിച്ചാ എന്നുണ്ടായി വന്നതേ നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് കയറിയിട്ട്, എന്നിട്ട് പണി തുടങ്ങാനുള്ള പ്ലാനിലാണേ. എനിക്ക് മേടിക്കുമ്പോഴുള്ള മടി വിഷമമുള്ളൂ. അതാണ് കൊടുത്തത്. കൊള്ളാവോ? പഴം കാണിച്ച് അങ്ങോട്ടും കൂടെ പോണേ. കീറി വരുന്ന അനുസരിച്ച് ഇറക്കി ഇറക്കി പിടിക്കണം. ഇതെന്തിനാ എങ്ങനെ കണ്ടിക്കുന്നത്? എന്തിനാ എങ്ങനെ കണ്ടി? വിറക് നമ്മൾ വിറക് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ വന്നാട്ടോ ചാക്കിയാണെങ്കിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് വിറക് കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചാക്ക് കണ്ടിക്കുന്നത് കേട്ടോ. ചാച്ചമ്മക്ക് കുമ്പളങ്ങ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൊണ്ടുപോകണം പോകുമ്പോൾ ഓർണം. ഇത് പിരിച്ച് കെട്ടും അല്ലേ? ആ സ്ഥലം ഒട്ടിയിരിക്കട്ടെ, കുഴപ്പമില്ല. ഇങ്ങനെ സൈഡിൻ്റെ ഒന്ന് കെട്ടും ചാക്കിൻ്റെ. എന്നിട്ട് ഒരു 4 വള്ളിയാക്കാൻ പറ്റുമോ? 4 അല്ലല്ലോ, 4 മതി. എനിക്കും കൂടി ഇങ്ങനെ അപ്പോൾ ഞാൻ ഇതൊന്ന് വിറകൊന്ന് ഒടിച്ച് വെച്ചിട്ടേ ഇടാം. ഒക്കെ ഇറങ്ങി വന്നേക്കാം. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകട്ടോ. കുറച്ച് വിറകൊക്കെ ഒടിച്ചിട്ട് കൊടുത്തു. പിന്നെ അതേ നമ്മുടെ സ്ട്രോബെറി ഇവിടെ അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. കൊണ്ടിട്ട് വരണം, കാണിച്ചു തരാം. ദേ ഉണങ്ങിപ്പോയേ, കണ്ട ഇതെല്ലാം പൂവിട്ട് നിൽപ്പുണ്ട്. ഇതുണ്ട്, ഉണങ്ങിപ്പോയി നിൽക്കുന്ന ഇതുണ്ട്. എല്ലാം ചെറുതാണ്ട, ഒരടിച്ച് പോയി നിൽക്കാട്ടോ. ഇതനുസരിച്ച് വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ സെറ്റപ്പായിട്ട് വരും. അപ്പം നമുക്കിറങ്ങിപ്പോ. അമ്മേ, എവിടെയാണ് അമ്മ നിൽക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഒരു പാഷൻ ഫ്രൂട്ട് മരമുള്ള കാര്യം എനിക്കറിയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കിയിട്ട് വരാൻ ഉണ്ടോന്നേ. കാണാൻ ചാൻസ് ഇല്ല, അല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെയാണ് ആ പാഷൻ ഫ്രൂട്ട്. അയ്യോ, എവിടെ നിന്ന് ഇല്ല. അത് മരത്തേലുണ്ട്, നോക്കാം. മരത്തേൽ കിടപ്പുണ്ട് കേട്ടോ, ഓരോന്നൊക്കെ ഉണ്ട്. നിലത്തുണ്ടോയെന്ന് നമുക്ക് നോക്കാം. അയ്യോ, എന്തെങ്കിലും കിളിയൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇടുന്നത്. ഇല്ല, ഇതല്ല, ഇല്ല.
ഉണങ്ങി ചാടി കിടക്കണം. പിന്നെ ഒരു കിളിയുടെ തൂവരി ഇട്ടിട്ടുണ്ട്. അമ്മേ ആ വരുന്നു അമ്മ ഇവിടെ തന്നെ. ദേ കിളിയുടെ തൂവല്. അയ്യോ 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 ഇലയും പറിച്ചു അല്ല ഇലയും തിറങ്ങി പറിച്ചിട്ട് കണ്ടിച്ചെടുക്ക. കൈ കളയല്ലേ, അത് എവിടെ വെച്ചാൽ കണ്ടിക്കുക. അതിൻ്റെ ഇലയാണോ വേണ്ടത്? ആ കണ്ടില്ല. കണ്ടു വേണ്ട ഇല മതി. രാവിലെ കിട്ടുവാണെങ്കിൽ നല്ല മഴയായിരുന്നു. രാവിലെ കിട്ടിയ നല്ല മഴയായിരുന്നു. ഉണക്കയില വെച്ചിട്ടല്ലേ കിട്ടുന്നേ. ഇതമ്മ ചുമ്മാട് കിട്ടും കേട്ടോ. അതിട്ടു ചുമ്മാട് ഇങ്ങനെയാണ് കേട്ടോ. കണ്ട നമ്മൾ ഇതിങ്ങനെ എടുക്കുന്നു, തലയിൽ വെക്കുന്നു, വിറക് ഇതിൻ്റെ മേലിൽ വെക്കുന്നു, നമ്മൾ ചുമന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടിടുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. അപ്പോൾ വഴി ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വേഗം പണി തുടങ്ങട്ടെ കേട്ടോ. അമ്മ അത് എനിക്ക് വെട്ടി വെച്ചതാണ്. ഇടനേല നോക്കി എന്ത് വലുതാണ്. ശരി, നന്നായിട്ട് മുറുക്കൊക്കെ തന്നെ. ഇങ്ങനെയൊക്കെ ഒരു രീതി ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇനി ഞാനത് കൊണ്ടുപോട്ടെ കേട്ടോ. അപ്പോൾ ഇതേ ടാസ്ക് എന്ന് വെച്ചാൽ അപാര ടാസ്ക്കാണ് കേട്ടോ. നമ്മൾ ഈ ഏലത്തിൻ്റെ ഇടയ്ക്കൂടെ ഈ ചുള്ളലും കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ടാസ്ക്കാണ്. അതുകൊണ്ടാ പിടിച്ചു പിടിച്ചാൽ പോകാൻ പറ്റത്തുള്ളൂ. അയ്യോ, അപ്പം വിറകിന് വലിയ വെയിറ്റില്ല കേട്ടോ, ഉണക്കയാ. പക്ഷെ വരുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഓ, ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര ടാസ്ക്. അന്ന് ഏലം അടുത്തടുത്ത് നിൽക്കുമല്ലേ, അപ്പോൾ ചുള്ളലും കൂടെ ആയതുകൊണ്ട് ഏലത്തിലൊക്കെ പിടിച്ച് വലിച്ച് അയ്യോ വേർത്തു എൻ്റെ പൊന്നെ. അപ്പോൾ ഇന്ന് ഫുള്ള് നമ്മളിവിടുന്ന് വിറകെടുത്തിടുമ്പോഴത്തേക്ക് ഒരു വിധമാവും. എന്നാലും പക്ഷേ എനിക്കിതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. ഇന്ന് ഞാൻ ലീവ് അങ്ങ് എടുത്തു കേട്ടോ. കണ്ട വലിച്ചു വലിച്ചു കണ്ട. ഇതുപോലെ വീഞ്ഞ് കിടക്കണേലേ. ഓ, അപ്പം അങ്ങനെ ഒരുവിധം എന്നല്ല, ഒരു കാൽ ഭാഗം പറക്കി കഴിഞ്ഞ് കേട്ടോ. അയ്യോ, ഇതിപ്പം ഞാൻ കൊണ്ടുപോയിട്ടത്. പിന്നെ എന്തേ അവിടെ ഒരു കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട്. ഇനിയും പറക്കാനുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുരുമുളകൊക്കെ ഇതേ പഴുത്ത് വരുന്നേ കണ്ട. പക്ഷേ ഈ തിരിയലൊന്നും ഇല്ല അധികം മുളക്, 1-2 ഒക്കെ വെച്ച് കിടക്കുന്നുണ്ട്. പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് ഉടനെ പറിക്കാറായതാണേ കണ്ട. അപ്പോൾ ദേ താഴെ അമ്മ കൊണ്ടുവരുന്നുണ്ടേ. കൈ പിടിച്ചോണ്ട് വരല്ലേ ഇനി പറ്റത്തുള്ളൂ കേട്ടോ. തല വെച്ചോണ്ട് വരുന്ന ഭയങ്കര റിസ്ക്കുള്ള കാര്യം. ഞാൻ വന്നോ?
ഏലം ഇല്ലെങ്കിൽ നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവരും. നല്ല ഉണക്ക വിറകായതുകൊണ്ട് കുഴപ്പമില്ല. അതങ്ങ് വെട്ടുമേ. ഇതങ്ങ് വെട്ടിക്കാമേ. ഇതാണ് എപ്പോഴും തട്ടുന്നത്. അത് കണ്ടോ ഒരു വാഴക്കൊല. ഇത് മൂക്കാത്താണ് കേട്ടോ. മൂക്കാതെ ഒടിഞ്ഞ് വീഴുന്നതാണേ. ഇപ്പം മൂക്കാത്ത നമ്മൾ കറി വെക്കും. ഇതിപ്പം ചീത്തയായിപ്പോൾ ഇനി കൊള്ളത്തില്ല. അപ്പോൾ താഴെ നമുക്കൊരു വാഴക്കൊല കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കണം. ഇനി വാഴക്കൊല വെട്ടാൻ പോവാം. വാഴക്കൊല ഓക്കെ. ഇപ്പോൾ നമ്മൾ അന്ന് വെട്ടിയിട്ട ചേമ്പിൻ്റെ കട കണ്ടോ? അയ്യോ ഇതുണ്ടോ? ഇത് ആനപ്പൂലല്ലോ അല്ലോ. ഇത് ഏത്തക്കൊലയല്ലേ? മൂക്കാത്ത ഏത്തക്കൊല. ഇങ്ങനെ കായ ഇങ്ങനെ ഇത് കൊണ്ടൊക്കെ ഞാൻ പോയി അപ്പുറത്തുള്ള കൊല്ലിട്ടുണ്ട്. അത് ഞാൻ വരാം. വേണ്ട, കാട്ടിക്കൂടെ പോണത് സാരമില്ല. ഇതുണ്ട്, ഇതെല്ലാം പോയി. കൊണ്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇത് ഒടിഞ്ഞു നടന്ന പ്രശ്നം. ഇത് മൂത്തായിരുന്നെങ്കിൽ നല്ലൊരു കായ ഉണ്ടായിരുന്നു. മൂത്തതാ. എന്താ അപ്പോൾ അമ്മ അതിൽ നടക്കുന്നു. ഞാനിതിൽ ഇറങ്ങിപ്പോട്ടെ. ഇതൊക്കെ അച്ഛൻ്റെ അല്ലേ? അയ്യോ വലിയ കായായിരുന്നല്ലോ. കറി വയ്ക്കാൻ ഇഷ്ടം ബാക്കി നല്ലതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു പെടലേം കൂടെ ഉള്ളു. ഒരു പെടലേ ഉള്ളൂ. ഇത് നല്ല സൈഡുണ്ട്. സൈഡ് മൊത്തം അതെ, നല്ല വലിയ കായല്ലേ. നമുക്ക് വേണ്ട, എനിക്ക് വേണ്ട. അതെ, ഏത്തക്ക കറി വെക്കാൻ കൊള്ളില്ലേ? അത് കറി വയ്ക്കാനേ കൊള്ളു. അവളെ പഴുത്തില്ല, ശരിക്കും മുപ്പായതല്ല. അതും ഇതുപോലെ ആകുന്നേ കുറച്ച് കഴിയുമ്പോൾ. എനിക്ക് വേറെ ഒന്നും തിന്നാനില്ലല്ലോ. ഓക്കെ, ഞാൻ പിടിക്കണോ? ഇപ്പൊ ഈ വെയിലും കൂടെ ആയതുകൊണ്ട് അതിന്റെ മേളിലുണ്ട് കേട്ടോ അമ്മേ. ഉണ്ടമ്മച്ചിന്റെ മേളിൽ വരയ്ക്കാം. അയ്യോ പേരയ്ക്ക നല്ല ചുമല പേരയ്ക്കാണ്. ഇത് കണ്ടോ? ഇതുണ്ടോ? അടിപൊളി പേരയ്ക്കാണ് കേട്ടോ. ഇത് എന്തോരം പേരയ്ക്ക അടിച്ചിട്ട്. ഞാനത് ചടന്ന ഓർത്തില്ല. അത് നമ്മൾ കറി വയ്ക്കാനായിട്ട് തന്നെ ബാക്കി ഒരു സൈഡ് മൊത്തം പോയി. കറിയാവും. കറി അത് പോട്ടെ. ഇതാണ് കറി വയ്ക്കുന്നത്. എന്നാ കറി വയ്ക്കുന്നത്? ഇത് കറി വയ്ക്കാൻ കൊള്ളില്ല ചേച്ചി. മറ്റു വെച്ചാലോ? മറ്റു പോയി ഇത് കൊള്ളില്ല. അതെന്തി അതും എടുത്തോണ്ടോ? മറ്റേ കുറേ ഞാൻ അപ്പുറം വെച്ച് കേട്ടോ. അത് എടുത്തോണ്ട് വരട്ടെ. അയ്യോ ഇത് മൂത്ത കായാണ് കേട്ടോ. കണ്ടോ? പക്ഷെ പഴുത്താ കൊള്ളത്തില്ല. കറി വെക്കാനേ കൊള്ളുള്ളൂ. ഇന്നോടെങ്കിലല്ലേ ഈ സൈഡൊക്കെ അങ്ങ് ചീത്തയാൻ തുടങ്ങി. ഉണ്ടോ? ഇതിപ്പോൾ ഇതുള്ളത് കൊണ്ട് ഇതിനകത്തെ നന്നായിട്ട് മൂത്ത കായ ചെയ്ത് ഉണ്ടോ? ഉണ്ടോ? കരുവയ്ക്ക് മൂത്ത ഉണ്ടോ? ഇനി എന്നാ ചെയ്യാൻ പോവാ? ഞങ്ങൾക്കാണ് 2 പ്രാവശ്യം കപ്പ മതി. ഞങ്ങളത് ഒരു കട ഒരു 3-4 പ്രാവശ്യം എടുത്ത് കൂടിയിട്ട് തീർന്നിട്ടില്ല. ഇതെന്നാ ചെയ്യാൻ പോവാ അമ്മ? എന്ത് ചെയ്യാൻ പോവാ? മാറ്റി നോക്കാം. ചാച്ചിയമ്മയുടെ കപ്പ മാറ്റി നോക്കാൻ പോയി കുട്ടിയമ്മ. എങ്ങനെയുണ്ടെന്ന് മാറ്റി നോക്കലൊക്കെ നല്ല രസമാണ്. അതെ, എലി തിന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എലി തിന്നല്ല, എലി കണ്ടു പോകുന്നു. ആ ഉണ്ട്, കപ്പക്കിഴങ്ങ് ഉണ്ട് കേട്ടോ ചേച്ചി. ആ പിന്നെ അല്ല, ഉണ്ട് ഉണ്ട്. ഓർമ്മ ഒരു കപ്പക്കിഴങ്ങ് എടുത്തേമ്മ. അതിനകത്ത് ഭയങ്കര ഉറപ്പായി കപ്പക്കിഴങ്ങ് ചേച്ചി. അത്യാവശ്യം വലിയ കിഴങ്ങല്ലേ? തോട്ടം പറിക്കാനാ? തോട്ടം പറിക്കണ്ട, ഒത്തിരി കിഴങ്ങുണ്ട്.
ചോട്ട വെക്കണ്ട. അല്ല ഇപ്പൊ അത് കുഴപ്പമില്ല അച്ഛൻ, നിന്റെ കായൊന്നും വന്നിട്ടില്ലല്ലോ. ഇച്ചിരിയോടെ മൂക്കിട്ട് കിടന്ന് വേണമെങ്കിലേ പറിച്ചങ്ങ് അരിഞ്ഞ് ഉണങ്ങി വെക്കുക. ഉണക്കപ്പില്ല കുഴപ്പമില്ല. എന്നാ പറിക്കുമ്പേ പാട്ടി ഉണങ്ങി മതി. പറിക്കണോ? പാട്ടി ഉണങ്ങാന്ന പാട്ടി ഉണങ്ങി കഴിക്കാൻ ചാച്ചമ്മ. പാട്ടി ഉണക്കപ്പിന്നെ കുഴപ്പമില്ല ചേച്ചി. അടിപൊളി കുട്ടി. എന്തിനാ എടാ വൈകുന്നേരം ചെണ്ടം പുഴുകാമ്മ. പോകുന്നതിന് മുന്നേ ചെണ്ടം പുഴുകി കഴിച്ചിട്ട് പോവാം. പിന്നെ നീ ഓരോ കഴിക്കല് വെക്കും. എനിക്ക് പറ്റില്ല. എനിക്ക് എന്നാ അത് മതി. എനിക്ക് വേണ്ട കേട്ടോ. നീ അത് പറിച്ച 2 കടകളൊന്നും പറിച്ച് അരിഞ്ഞ് ഉണങ്ങി അല്ല തിളപ്പിച്ച് പോയി ഉണങ്ങി വെക്കുകയാണെങ്കിൽ പറ്റില്ല ചേച്ചി. ചതിക്ക് വേണം ഉണക്കപ്പം എന്നെ വലിയപ്പോഴും നല്ല കിഴങ്ങുണ്ട്. കുഴിച്ചിട്ടാ മോശം വന്നിട്ടില്ല. കയ്പൊന്നും കാണില്ല. ഭയങ്കര ഉറപ്പായി കപ്പയ്ക്ക്. മറ്റേ കപ്പ പോലെയല്ല. നന്നായിട്ട് വേഗം. കടു കിടന്നു പിടി വെച്ച പോലെ ഇരിക്കും കപ്പ. ഇത് മതി കപ്പ പുഴുങ്ങണമെങ്കിൽ വേണമെങ്കിൽ. അത് മതി, ഇത് മതി. എനിക്ക് ഞാനധികം ഒന്നും കഴിക്കില്ല. വീട്ടിൽ കപ്പ പുഴുങ്ങി ഇരിപ്പുണ്ട്. എനിക്ക് തിന്നില്ല. കാണിച്ചേ ഒരെണ്ണിച്ചിട്ട് കാണിച്ചേ. കണ്ടാ തിന്നും വേണ്ട. കേടായി കപ്പ. കേടായി തുടങ്ങി. കേടാ. കയ്പുണ്ട് കേട്ടോ. കയ്പൊന്നുമില്ല. കയ്പില്ലേ? കയ്പുണ്ട്. മൂത്ത് പക്ഷെ നന്നായിട്ട് വേഗം ഇതിട്ട് കഴിഞ്ഞാൽ. അപ്പൊ ഞങ്ങള് പോട്ടെ. ഓക്കെ. ഞാൻ വീട്ടിലിങ്ങനെ കപ്പ ഇടുന്നത് ഉറപ്പില്ലേ എൻ്റെ ദിവസം വേര് ശരിക്കും കൊടുക്കുന്നുണ്ട് അവിടുത്തെ കപ്പ. അപ്പോൾ ഞാൻ കയറി വന്നിട്ട് ദേ നമുക്കിന്ന് കറിക്കുള്ള സാധനം അരയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോൾ വാഴയ്ക്ക ചാച്ചിയമ്മ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചു. ഇനി അതിനുള്ള അരപ്പ് അരച്ചിടണം. അതിന് വേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാതെ. ദേ മുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതുണ്ടോ നമ്മൾ അന്ന് വന്നപ്പം കണ്ട അതേ കൊക്കോക്ക തന്നെയാണ് കേട്ടോ. ഉണങ്ങി കിടക്കുക. അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും വെക്കാം. നനയണ്ട, അന്ന് നനയുകയും ചെയ്ത്. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കത് നമ്മുടെ കല്ല് നല്ല വൃത്തിയായിട്ട് കഴുകിയിടാം. കഴിഞ്ഞോ? അടിച്ചു കഴിഞ്ഞോ? ഇല്ല, ഇവിടെ മിക്സി ഇല്ല. ഒതുക്കി എടുത്താൽ മതി. മറ്റേ വാഴയ്ക്ക് വേണ്ടി. അമ്മച്ചി താഴത്തേക്ക് നീക്കി വെക്കട്ടെ. അത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ആദ്യം ഇടേണ്ടത് പച്ചമുളക്. കാരണം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയേ. 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ജീരകം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത്രയൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. ഒറ്റ കൈ കൊണ്ട് ഒതുക്കലാണ്. അറിയുന്നുണ്ട്. ഇതുകൂടി പിന്നെ വേഗം ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി കാണിച്ചു തരാവേ. അത്യാവശ്യം അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ അകത്തേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒതുക്കിയെടുത്താൽ മതി. ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ ഇടാം. ജസ്റ്റ് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. അയ്യോ ദേ അരപ്പ് കൊണ്ട് ഞാൻ ഇട്ട് കേട്ടോ. നിങ്ങൾ കാണിച്ചു തരാൻ മറന്നു. കണ്ട ഇരുപതായോ ഇല്ല. ചേച്ചി ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ എടുത്തേക്കുന്നേ. ചേച്ചി എനിക്ക് കടുകൊന്നും പൊട്ടിക്കാൻ പാടില്ല. ഇച്ചിരി തേങ്ങ അരച്ചുള്ളൂ. നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല മഞ്ഞ കളറാണ് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ കളർ അത്ര ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങാം. പറിച്ചോളൂ. അത് ചുമ്മാ ചാടിപ്പോയി. അത് ഉണ്ടാവുമായിരിക്കും അല്ലേ? ഇനി അത്തേലും ഉണ്ടാവില്ല.
അത്ര ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അതൊന്ന് ആ തണ്ടോട് കൂടി വലിച്ചു കഴിച്ചാൽ പോരെ. തണ്ട് പോയില്ല, അതാ ഞാൻ പറഞ്ഞേ. ഉണ്ടാവുമായിരിക്കും. നടിയാൽ കുട്ടി പറിക്കടി. എനിക്ക് എത്രയുടെ പറ്റില്ലടി ഞാൻ പോക്കി പറിക്കാൻ. എൻ്റെ കൈ വെള്ളാത്തല്ലേ, ചേട്ടൻ പറിക്കാനോ. ഒരെണ്ണം കേടാ. ആ രണ്ടും പറിച്ചാൽ മതി ചേട്ടാ. മറ്റേ കാത്ത അതെ അതെ ഇപ്പറ നീളം ഉണ്ടോ നോക്ക്. അയ്യോ തലയ്ക്ക് വെച്ചിട്ടുണ്ട്. ആ തണ്ട് പോണെങ്കിൽ പോട്ടെ. തണ്ടേ ഇനി ഉണ്ടാവുക ചക്കി ഇടുന്നല്ലേ. അത് തന്നെ ഒട്ടുമില്ല. അതെ മറ്റത് അവിടെ കിടക്കട്ടെ. അവരുടെ മൂട്ടുകളല്ലേ. ഞാൻ മൂട്ടില്ല. യോതല്ലേ ഉള്ളൂ. രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ അത് ആയതുകൊണ്ട് കൊടുത്താൽ കിട്ടൂടി. നിനക്ക് പറഞ്ഞൊരു ഓട്ടോയ്ക്ക് വെച്ച് കൊണ്ടുപോയി. ഇത് നല്ല ചെറിയ ഇതിന് 15 കിലോ കൊണ്ട് കൊടുക്കില്ല. 15 മതിയിലോ. വലിയ കുമ്പളങ്ങയാണെങ്കിൽ എത്ര കിലോ ആണെന്ന് അറിയാം. അത് തന്നെ ഇത് ഈ നെയ്ക്കൊള്ളി ചെറിയ കുമ്പളങ്ങ ഈ പാടി കുമ്പളങ്ങയാണ്. ഇവിടെ ഞാൻ അവിടെ ഫോക്കസ് ചെയ്തേക്കുക പറിക്കുന്നതില്. കഴിച്ചിട്ടങ്ങ് വന്ന ഇച്ചിരിയോടെ പോയ വരണ്ട. കുറച്ചുകൂടെ ഇടാനുള്ളൂ. ഇതാ കമ്പ് അവിടെ ഉള്ളതുകൊണ്ടാണേ. ഞങ്ങൾക്ക് കാണില്ല. ഞങ്ങൾ വരുമ്പോൾ പറിച്ചത് വാട്സപ്പ് ചെയ്ത് നോക്കി. കൈ വെക്കത്തില്ല. ഈ പോകുന്ന വലിപ്പമൊന്നും ഇല്ല കേട്ടോ. അത് അതാ വലുത്, ഇത് ചെറുതാ. യെസ്, നമ്മുടെ കുമ്പളങ്ങ എന്താ നമുക്ക് മോരിട്ട് വെക്കാം. മൂത്ത എണ്ണങ്ങ് പറിക്കാതെ അത് പറിക്കാൻ കുട്ടി. എളുപ്പമുണ്ട്. ചേട്ടനോട് പറ. സ്ഥലമില്ലെന്ന്. പിള്ളേർക്കാർക്കാ കപ്പ. വീട്ടിലെ പെൺപിള്ളേർക്കേ ഞാൻ പിള്ളേർക്ക് കപ്പ അവരെങ്ങനെയാന്ന് വെച്ചാൽ കപ്പ അന്നേരം തന്നെ വേവിച്ച് ചൂടോടെ കഴിക്കും, പിന്നെ കഴിക്കില്ല. മുളക് ഇടുക. ആ നീ എങ്ങനെയാ കഴിക്കണേ? നമ്മൾ കഴുകി ഊറ്റി കളയില്ലേ ഇവര് ഇരിക്കും കേട്ടോ. ഊറ്റി കളയാതെ മുളക് ഇടുവോ? ഊറ്റി കളഞ്ഞും അപ്പം തന്നെ മുളക് ഇടും. അങ്ങനെയാ കപ്പ മേടിച്ച് കൊടുക്കണം. പിന്നെ എങ്ങനെയാ മക്ക കാരണം തിന്നാൻ പാടില്ല. അതെന്നെ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കപ്പയ്ക്ക് മക്ക എവിടെയാടി? മക്കുണ്ട് ചില കപ്പയ്ക്ക്. എനിക്കറിയത്തില്ല. ഞങ്ങൾ കപ്പ അന്നേരം തന്നെ ഊറ്റിയിട്ട് അന്നേരം തന്നെ മുളക് ഇടും. അല്ലേ ചോദിച്ചേ? എവിടെ? ആ നീ നിപ്പുണ്ട് നിറച്ചിട്ട് ചാക്കിനാ. ചാച്ചിക്ക് വേണമെങ്കിൽ അത് നടാം. നിപ്പുണ്ടല്ലേ ചാച്ചിക്ക്? ഞാൻ ചാച്ചിക്ക് പഴയ മേലിന്ന് കൂട്ടക്കാരൻ വേണ്ടി അവിടെ നിർത്തുന്നത് കപ്പത്തുണ്ടാവും. ഓരോ ചാച്ചിക്ക് കൊണ്ടുവന്ന് 2 ഞാനും കൊണ്ടുപോയി. ആരുടെ കപ്പ ഉണ്ടായിരുന്നു എൻ്റെ ആർക്കുട്ടി. ഇന്ന് എനിക്ക് വെളുപ്പിന് എനിക്ക് കപ്പ പുഴുങ്ങി കപ്പ പറിച്ച് തന്നു വിട്ടു. എനിക്ക് സ്വപ്നം കാണണമെന്നേ. ഞാൻ കുരിശിങ്കില വന്ന് കാണൂടി. ആ കുരിശിങ്കില കുഞ്ഞിപ്പരിച്ചൻ്റെ അടുത്ത് കപ്പ കൊതിരി തന്നിട്ടുള്ളതായിരിക്കും. വന്നായിരിക്കും.
നീ ഒരു കറിയുള്ള അവിടെ നിൽക്കട്ടെ. കായ് കാണുമ്പോൾ തിന്നാൻ തോന്നും. എന്നാ ചെയ്യും? തിന്നില്ലടി. തിന്നിട്ട് കാണാൻ മരുന്ന് കഴിക്കുന്നതിന് എന്തെങ്കിലും പ്രയോജനം വേണ്ട അല്ലേ? അല്ലേ നമ്മൾ മരുന്നൊക്കെ എന്നാ കൊതിയൊന്നറിയ കപ്പാണെന്താ മതിയോ? ഞാൻ ചോന്ന് ചേർത്തിട്ട് ചപ്പൂട്ടാനാക്കുന്നില്ല. എനിക്ക് അവിടെ കിളച്ചിട്ട് ഞാൻ പോവാം, അക്കരെ കയറി പോവാം. കഞ്ഞി കുടിച്ചിട്ട് വന്ന് നിർത്തുന്നുണ്ട്. ചപ്പൂട്ടാനാണോ? ചപ്പ് കൂട്ടുന്നുണ്ട്, മരുന്നടിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തേ കഴിക്കാൻ എടുത്തിട്ടുണ്ട്. ഇച്ചിരി അധികം വാഴയ്ക്കത്തോരൻ എടുത്തിട്ടുണ്ട്. കടലക്കറി. ഇത് ചെറുപയറാട്ടോ ചാച്ചിയമ്മ വെച്ചതാണ്. അപ്പോൾ എല്ലാം കൂടെ കുട്ടികൾ കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. എൻ്റെ കോലൊക്കെ കണ്ടോ? ഞാൻ വെച്ചോണ്ട് പറയില്ല. ഈ വാഴയ്ക്കത്തോരന് നല്ല ടേസ്റ്റ്. സൂപ്പർ. അങ്ങനെ അവസാനം എല്ലാം പറക്കി വെച്ച് സെറ്റ് ചെയ്ത് ഓൾറെഡി എടുക്കണോ എടുക്കണ്ടോന്ന്? അല്ല, എല്ലാവരും അരിമടിക്കുന്ന കഞ്ചിയാണോ? ആയിരിക്കും. കൊണ്ടുതരാന്ന് പറഞ്ഞാൽ മതി. അടിപൊളിയായിട്ട് എല്ലായിടത്തേക്ക് പറക്കി വെച്ചു. അയ്യ, നീൻ്റെ അകത്തേക്ക് ഇട്, എന്നിട്ട് അത് വെക്ക്. ചെളിയാവണ്ട, കറയാവണ്ട. അത് ഇരട്ടക്കായാണ് ഇപ്പം എടുത്തിട്ട്. ആ ഷിമ്മിക്കൂടെ തന്നെ ഷിമ്മിക്കൂടെ എടുത്തുതരാം. ഇട്ട് അതിനെ ചിലപ്പോൾ തന്നെ എടുത്ത് വെച്ചാൽ മതി. ഈ പഴുത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് രാത്രിക്ക് വേണമല്ലോ ഇത്. അടുത്ത് ഇതെന്നാ കൂടെ അച്ഛാ എൻ്റെ ഒരു മണം. മീൻ കൂടെ എന്തോ ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള വിറക് കെട്ടി വെച്ചേക്കുന്ന കേട്ടോ. ഈ ഒരു കെട്ടുള്ള വിറക് അത് എടുത്തോണ്ട് വരണം പോയി. അപ്പോൾ പണിയൊക്കെ തീർത്തിട്ട് ഞാനും അമ്മ എന്തേ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇട്ടത് തന്നെ ഇട്ടോണ്ടാണ് പോകുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ ഓട്ടോ വിളിച്ചാൽ പോകുന്നത്. കുറച്ച് വിറകൊക്കെ ഇതെല്ലാം സാധനം കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതെ, വന്ന് ഓട്ടോ വന്നു കഴിഞ്ഞ്. അപ്പോൾ പോട്ടെ ചേച്ചമ്മേ. ഒരു ചെരുപ്പപ്ര. വിളിച്ചതേ വന്നോ? ചെരുപ്പപ്ര. താനാനെ തന്നാനെ. ആകെ കോലം കണ്ടില്ലേ? കണ്ട ചെളിയ മുഴുവനെ. പിന്നെ നമ്മൾ ഓട്ടോയ്ക്ക് പോകുന്നതുകൊണ്ട് എന്തായാലും സീനില്ല. അടുത്ത മാസം വേണം. ടാറ്റ. അതെവിടെ പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് അപാര പണിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ക്ഷീണിച്ചു. വീട്ടിൽ വന്നിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ ഇടാമെന്നുള്ളൊരു പ്ലാനിൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ നിങ്ങളുടെ ഇത്രയും നാളുള്ള സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.